ഇപ്പം നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ജാനുവരി JEE സെഷൻ്റെ കേരള ടോപ്പറായിട്ടുള്ള കിഷൻ ശിവദാസിൻ്റെ വീട്ടിലാണ്. ബ്രില്യൻറ്റിൻ്റെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. ഞങ്ങളുടെ എല്ലാം അഭിമാനമായ കിഷൻ ശിവദാസിന് കൺഗ്രാജുലേഷൻസ്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് 2026 ജനുവരിയിൽ നടന്ന JEE മെയിൻസ് സെഷൻ 1 എക്സാമിനേഷനിൽ കേരള ടോപ്പറായി മാറിയിരിക്കുന്ന കിഷൻ ശിവദാസിൻ്റെ വീട്ടിലാണ്. സോ കിഷൻ, ആദ്യമേ തന്നെ ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ് ഫോർ ദ ബിഗ് വിൻ. ഓക്കെ, അപ്പോൾ കിഷനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കിഷൻ, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാമോ? എൻ്റെ പേര് കിഷൻ ശിവദാസ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ പഠിച്ചത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തെ ലയോള സ്കൂളിലാണ്. ഇവിടുത്തെ എല്ലാ അധ്യാപകരോടും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രിൻസിപ്പളായ ഫാദർ സാൽവിൻ അഗസ്റ്റിൻ SJയോടും ബ്രില്യൻറ്റിലെ ഡയറക്ടറായ സെബാസ്റ്റ്യൻ സാറിൻ്റെ തുടർച്ചയായിട്ടുള്ള മോട്ടിവേഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ബ്രില്യൻറ്റിൻ്റെ IIT എയിംസ് 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയാണ്. ഓക്കെ, കിഷൻ്റെ പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? എൻ്റെ അച്ഛൻ്റെ പേര് ശിവദാസനാർ. ഇവിടെ നിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്. ആൻഡ് എൻ്റെ അമ്മയുടെ പേര് ആരാധന രാധാകൃഷ്ണൻ. അമ്മ ഗോകുലം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അച്ഛനും അമ്മയും ഡോക്ടർമാരാണ് അല്ലേ? അപ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഡോക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും മകൻ അല്ലെങ്കിൽ മകളും ഈ ഒരു ഡോക്ടർ ഒരു മെഡിസിൻ പ്രൊഫഷനിലേക്ക് പോകുന്നതാണ്. എന്തുകൊണ്ടാണ് കിഷൻ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമുക്ക്? എനിക്ക് എൻ്റെ 11th തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യമേ അറിയായിരുന്നു മെഡിസിൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും ചേർന്നത് എൻജിനീയറിംഗ് സൈഡിലേക്കാണ്. പിന്നെ പഠിച്ച് വന്നപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി എൻജിനീയറിംഗിലോട്ട്. ആൻഡ് ഇപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ഫാക്ടറൊക്കെ ഉണ്ടായിരുന്നോ? അത് തന്നെ തോന്നിയതാണോ? തന്നെ തോന്നി. അപ്പോൾ ഫാമിലിയിൽ വേറെ എൻജിനീയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ചേട്ടൻ എൻജിനീയർ ആയില്ല, പക്ഷേ ഇപ്പോൾ എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഓക്കെ, എവിടെ? IIT തിരുപ്പതിയിലെ വിദ്യാർത്ഥിയാണ്. ബ്രില്യൻറ്റിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ആക്ച്വലി. ഓക്കെ, 23-ലെ ലോങ് ടേം ബാച്ചിലായിരുന്നു. 23-ലെ ലോങ് ടേം ബാച്ചിൽ. ഓക്കെ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? നവനീത് ശിവദാസ്. ലോങ് ടേം ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ IIT തിരുപ്പതിയിൽ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. ഓക്കെ, കിഷന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡ്രീം ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്ട്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ? ഹൈദരാബാദ് ക്യാമ്പസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. IIT ഹൈദരാബാദ്. എന്തുകൊണ്ടാണ്? കാരണം അത് നേരത്തെ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് കിഷൻ അത് പറഞ്ഞത്. കാരണം അവിടുത്തെ ആർക്കിടെക്ചറൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഓക്കെ, ഏത് സ്ട്രീമാണ് കുറച്ചുകൂടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്? എനിക്ക് CS ആണ്. എന്തുകൊണ്ടാണ്? CS ഒരുപാട് മാത്സ് ഇൻവോൾവ് ആണെന്നാണ് എനിക്കൊരു വിശ്വാസം. അതുകൊണ്ടാണ് എനിക്ക് CS ഇഷ്ടം. അപ്പോൾ മാത്സ് ആണോ ഫേവറേറ്റ് സബ്ജക്റ്റ്? ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നല്ല, എനിക്ക് 3 സബ്ജക്റ്റ് ഈക്വലി ഇഷ്ടമാണ്. മാത്സും ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ സബ്ജക്ട്സിനെ പറ്റി പറഞ്ഞു, 3 സബ്ജക്റ്റ് ഒരേപോലെ ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റഡിയിങ് കാലഘട്ടത്തിൽ, ബ്രില്യൻറ്റിലെ ഒരു സ്റ്റഡിയിങ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട്സ് ഒക്കെ ഡിവൈഡ് ചെയ്തത്? ലൈക്ക് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്? അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഇയർ ആക്ച്വലി ഞാൻ ആദ്യമൊക്കെ കുറച്ച് ഉഴപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു നവംബർ ആയപ്പോഴാണ് ഞാൻ ശരിക്കും പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് പഠിച്ചു തുടങ്ങാനുള്ള കാരണം ഞാൻ കെമിസ്ട്രി പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാൽ. ഓക്കെ, അപ്പോൾ ഒരു ആദ്യത്തെ ഒരു 1-2 മാസമൊക്കെ ഞാൻ കെമിസ്ട്രിയാണ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തത്. എന്നിട്ട് ഫിസിക്സ് ചെയ്തു. എന്നിട്ട് മാത്സ് എനിക്ക് ആക്ച്വലി ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ചെയ്ത് വന്നിട്ടാണ് ഇഷ്ടം വന്നത്. ഇപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്റ്റും ഈക്വലി ഇഷ്ടമാണ്. ഓക്കെ, ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറയാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് അങ്ങനെയുണ്ടോ? കംഫർട്ട് സോൺ അങ്ങനെയില്ല, എനിക്ക് അങ്ങനെ എല്ലാം ഈക്വൽ. ഓക്കെ, അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ സബ്ജക്റ്റുകൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കിയത്? ലൈക്ക് ചിലപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ കെമിസ്ട്രിക്ക് ഇത്ര അവേഴ്സ് കൊടുത്തു, മാത്സിന് ഇത്ര അവേഴ്സ് കൊടുത്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല, എനിക്ക് നീഡ് ഓഫ് ദ അവർ എന്താണോ, ഇപ്പോൾ കെമിസ്ട്രി എക്സാം ഉണ്ടെങ്കിൽ കെമിസ്ട്രി പഠിക്കും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് കെമിസ്ട്രി ഒരു ടോപ്പിക്ക് പാടാണെങ്കിൽ കെമിസ്ട്രി പഠിക്കും.
മാത്സ് ടോപ്പിക്ക് പാടാണെങ്കിൽ മാത്സ് പഠിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, അതിലൊരു സ്പെസിഫിക് പാറ്റേൺ ആയിട്ടില്ല, ലൈക്ക് എല്ലാം കവർ ചെയ്യും, എല്ലാം cover. അന്നേരത്തെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ കോച്ചിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബ്രില്യൻറ്റിലെ കോച്ചിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചിങ് നല്ലതാണ്, ഡൗട്ട് ക്ലിയറിങ് നല്ലതാണ്, മെറ്റീരിയൽസ് നല്ലതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബ്രില്യൻറ്റ് തന്ന എക്സ്പോഷറാണ്. ബ്രില്യൻറ്റിൽ എൻ്റെ കൂടെ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചവർ ആണ് ഈ കേരളയിലെ ഏറ്റവും നല്ല പെർസെൻറ്റേജ് സ്കോറുകൾ നേടിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. അതുകൊണ്ട് അവരുടെ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, മോർ ദാൻ എ പിയർ പ്രഷർ ഇസ് എ പിയർ ഇൻഫ്ലുവൻസ്. യെസ്, ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മെയിൻ എക്സാമിന് മുന്നോടിയായിട്ട് മോഡൽ എക്സാമുകൾ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. പലരും പറയുന്നത്, അല്ലെങ്കിൽ പാസ് ഔട്ടായി ഇപ്പോൾ വലിയ വലിയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് തോന്നിയത് ബ്രില്യൻ്റ് ഇട്ട മോഡൽ എക്സാമുകളായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? മോഡൽ എക്സാമുകൾ എങ്ങനെയാണ് നേരിട്ട് അന്നേരത്തെ സ്കോറും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മോഡൽ എക്സാംസിൽ എനിക്ക് ജനറലി നല്ല സ്കോറാണ് കിട്ടിയത്. മോഡൽ എക്സാം സമയത്താണ് മാത്സ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത്, ഏറ്റവും കൂടുതൽ PYQ ചെയ്തത്. അങ്ങനെയാണ് മാത്സ് നന്നായി വന്നത്. ഫിസിക്സും കെമ്മും ഞാൻ ലെസ് ഫോക്കസ് ആണ് ചെയ്തത്. കെം തിയറി വായിക്കും, ഫിസിക്സ് തിയറി വായിക്കും, ക്വസ്റ്റ്യൻസ് ചെയ്യും, അങ്ങനെയൊക്കെ മാത്രം. പക്ഷെ മാത്സ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തത് ആ ഒരു മോഡൽ എക്സാമിൻ്റെ സമയത്താണ്. ഇപ്പോൾ ഒരാഴ്ചയിൽ സാറ്റർഡേ എക്സാം ഉണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ഞാൻ മെയിൻലി ചെയ്യുന്നത് മാത്സ് ആയിരുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മാത്സ് ഒരു 14-15 ക്വസ്റ്റ്യനിൽ നിന്ന് 20-21-22 ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റി. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ മോഡൽ എക്സാംസിൻ്റെ ആ ഒരു സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോകാം, ചിലപ്പോൾ മാർക്ക് കയറുക, അത് ആ ഒരു ടഫ്നെസ്സിൻ്റെ, അത് ഇപ്പോൾ നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ പേപ്പർ ടഫാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? മാർക്ക് കുറയുമ്പോൾ കിഷൻ ഡൗൺ ആകുമായിരുന്നു, അതോ അന്നത്തെ ഒരു സംഭവമൊക്കെ എങ്ങനെയായിരുന്നു? മാർക്ക് കുറയുമ്പോൾ കുറച്ച് ഡൗൺ ആവും, പക്ഷേ അറിയാം ഇൻ ദ ലോങ് ടേം ഒരു മോഡൽ എക്സാമിൽ അത്ര എഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് മാർക്ക് കുറയുമ്പോൾ അറിയാൻ പറ്റും എന്താണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക്. അപ്പോൾ അത് അറിഞ്ഞാൽ പിന്നെ അതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്താൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ മോഡൽ എക്സാംസിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇ ലേണിംഗ് ആപ്ലിക്കേഷൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? ഞാൻ ഇ ലേണിംഗ് ആപ്പിൽ നിന്നല്ല ചെയ്തത്, ബ്രില്യൻറ്റിൻ്റെ ഒരു ബുക്ക് വന്നായിരുന്നു, അതിൽ നിന്നാണ് PYQ പേപ്പേഴ്സ് ചെയ്തത്. 2025 ഞാൻ എല്ലാം ചെയ്ത്, 24 കുറച്ച് ചെയ്തു. അപ്പോൾ സ്പീക്കിംഗ് ഓഫ് എക്സാംസ്, നമ്മുടെ മെയിൻ 2026 എക്സാം എങ്ങനെയായിരുന്നു? ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന സ്ക്രീനിൽ ആ ചോദ്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നത് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു മൊമെൻറ്റ്? ഞാൻ ഒരു 30 മിനിറ്റ് മുന്നെയാണ് എക്സാം സെൻറ്ററിലെ സീറ്റിലെത്തിയത്. ഞാൻ അങ്ങ് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ശ്വാസമൊക്കെ എടുത്ത് സമാധാനപ്പെട്ടു. എന്നിട്ട് ക്വസ്റ്റ്യൻ മുമ്പിൽ വന്നു. ഞാൻ ആദ്യമൊക്കെ മാത്സ് ഒരുപാട് സ്റ്റക്കായി. ഞാൻ ഒരു 30 മിനിറ്റ് എനിക്കൊരു 4-5 ക്വസ്റ്റ്യനൊക്കെ കിട്ടിയോളൂ. പിന്നെ ഐ പിക്ഡ് അപ്പ് ദ പേസ് ആൻഡ് ഫിസിക്സ് ചെയ്തു, കെം ചെയ്തു, അങ്ങ് വീണ്ടും മാത്സിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ അവസാനമൊക്കെ ആയപ്പോൾ ഭയങ്കര നന്നായിട്ട് എക്സാം ചെയ്യാം, കറക്റ്റ് ആ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ. ഓക്കെ ഓക്കെ. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ നിലവിൽ നമ്മുടെ ടോപ്പേഴ്സ് എല്ലാം തന്നെ താങ്കളുടെ കൂടെ പഠിച്ചല്ല, താങ്കൾക്ക് അറിയാവുന്ന വിദ്യാർത്ഥികളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയായിരുന്നു? അവർക്കൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു എക്സാം? ജനറലി ആൾക്കാർ പറഞ്ഞത് പാടുള്ള എക്സാം ആയിരുന്നു എന്നാണ്. കഴിഞ്ഞ വർഷത്തെയും 24-നെ അപേക്ഷിച്ചാൽ പാടുള്ള എക്സാം ആയിരുന്നു. അതുകൊണ്ട് അത്രയും പാടുള്ള എക്സാംസ് എക്സ്പീരിയൻസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ പല ഫ്രണ്ട്സിനും. ഓക്കെ, അത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അല്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ എക്സാമിൻ്റെ കാര്യം പറഞ്ഞാലും ഓരോ ദിവസത്തെയും ഓരോ ഷിഫ്റ്റിനും പല ലെവൽസുകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ചോദിച്ചപ്പോൾ മാത്സ് ആയിരുന്നു ടഫ്, പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ ഫിസിക്സ് ആയിരുന്നു ടഫ്. അപ്പോൾ താങ്കളുടെ എക്സാം ദിവസത്തെ എങ്ങനെയായിരുന്നു ആ ഒരു പാറ്റേൺ? എൻ്റെ എക്സാം ദിവസം ഫിസിക്സ് വളരെ ഈസിയായിരുന്നു. ഓക്കെ. ആൻഡ് കെമിസ്ട്രി കുറച്ച് പാടായിരുന്നു ഇൻ മൈ ഒപ്പീനിയൻ. കെമിസ്ട്രിയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആണ് യൂഷ്വലി. ചിലവർ ഈസി എന്ന് പറയും, ചിലവർ ടഫ് എന്ന് പറയും. പക്ഷേ എനിക്ക് കുറച്ച് പാടായിരുന്നു. എനിക്ക് കെമിസ്ട്രിയിൽ 3 എണ്ണം തെറ്റി, കുറച്ച് ട്രിക്കി ആയിരുന്നു, സാധാരണ പോലെ തന്നെയാണ് അത്. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു, ചില ക്വസ്റ്റ്യനൊക്കെ ഞാൻ കാണാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അത്യാവശ്യം എളുപ്പമായിട്ടുള്ള മാത്സ് ആയിരുന്നു. കാണാത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമിലർ പാറ്റേണിലുള്ള മേ ബി നമ്മൾ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും, പക്ഷേ അങ്ങനെയായിരുന്നോ? അല്ല, ആ പാറ്റേൺ ഞാൻ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. ഓക്കെ, 1-2 എണ്ണം. ബാക്കിയെല്ലാം നമുക്ക് ലെങ്തി ആയിരുന്നെങ്കിലും ഡൂവബിൾ ആയിരുന്നു. ഓക്കെ ഓക്കെ.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു എൻട്രൻസ് പ്രിപ്പറേഷനും നടത്തുന്നത്. അത് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട്? കാരണം ബോർഡ് എക്സാം, +2 ബോർഡ് എക്സാം ജസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോർഡ് എക്സാമിനായിട്ട് ഈ ഒരു കോച്ചിങ് എങ്ങനെയാണ്, ബെർലിനിലെ കോച്ചിങ് എങ്ങനെയാണ് താങ്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത്? ആകെപ്പാടെ സ്റ്റുഡൻസ് തന്നെ കുറച്ച് തിയറി പഠിക്കണമെന്നേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് തന്നെ മതി ബോർഡ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സ്കൂളിലെ തിയറി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ജെയിലും അത് ഗുണം ചെയ്യും, ആൻഡ് ബോർഡ്സിലും ഗുണം ചെയ്യും. അതുകൊണ്ട് തിയറി നമ്മൾ ഏതായാലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും പേരൻസിന് സപ്പോർട്ട് എന്ന് പറയുന്നതും വളരെ വലുതാണ്. ഓക്കെ, കാരണം ബോർഡ് എക്സാം, ജെഇ ഓൺ ദി അതർ ഹാൻഡ് രണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്ത് പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പാരലായിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് നടക്കുവാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു പേരൻസിൻ്റെ കിഷൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റും അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? സെർട്ടൻലി ഞാൻ വിഷമിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ എനിക്ക് ശക്തി തന്ന എൻ്റെ പാരൻസ് തന്നെയാണ്. എൻ്റെ അടുത്ത് സംസാരിച്ച് എനിക്ക് മെൻ്റൽ സ്ട്രെങ്ത് തന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. അല്ലാത്ത സമയത്ത് ഞാൻ ഫണ്ണിനായിട്ട് പാട്ടൊക്കെ കേൾക്കും. എനിക്ക് ഇഷ്ടം റാപ്പ് മ്യൂസിക്കൊക്കെയാണ്. എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് കാന്യെ, കെൻഡ്രിക് ലമാറൊക്കെ. അവരുടെ പാട്ടുകളൊക്കെ കേൾക്കും. അപ്പോൾ നമ്മുടെ ഒരു മോട്ടിവേഷൻ കിട്ടും, ഒരു സന്തോഷം കിട്ടും. പിന്നെയും പഠിക്കാൻ പറ്റും, ഒരുപാട് കൂടിയും ഊർജ്ജത്തോടെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് സെഷനാണ് കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത സെഷൻ 2 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ജെഇ അഡ്വാൻസ്ഡ് ഉണ്ട്. അപ്പോൾ ജെഇ അഡ്വാൻസ്ഡിനായിട്ട് എന്തെല്ലാമാണ് പ്രിപ്പറേഷൻസ്? ജെഇ അഡ്വാൻസ്ഡിനായിട്ട് മെയിൻസിലെ മാത്സും അഡ്വാൻസ്ഡിലെ മാത്സും നല്ല സിമിലറാണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ മാത്സ് കുറവ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ഫിസിക്സിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ജെഇ അഡ്വാൻസിലെ ഫിസിക്സ് മെയിൻസിലെ ഫിസിക്സ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പാടാണ്. അതുകൊണ്ട് ഫിസിക്സ് ഒരുപാട് തിയറി ചെയ്യണം, ഒരുപാട് കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കെം ഇപ്പോൾ ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ബുക്സ് ഉണ്ട്. പി ബഹാദൂർ എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്, നല്ല ബുക്കാണ്. ബേസിക്കലി കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ഫിസിക്കൽ കെമ്മിൽ ചോദിക്കുന്നത്, ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയേഴ്സ്. ആൻഡ് ഓർഗാനിക് വലിയ സ്കീം റിയാക്ഷൻസ് ഒക്കെ ചോദിക്കും, അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇൻഓർഗാനിക് പ്യുവർലി NCERT ബേസ്ഡ്, NCERT എത്രയും പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രില്ലിലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ എക്സാംസ് ഉണ്ട്, ഓഫ്ലൈൻ എക്സാംസ് ഉണ്ട്, ഇപ്പോൾ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, റെഫറൻസുകളുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കിഷൻ യൂട്ടിലൈസ് ചെയ്തൊരു ഫെസിലിറ്റി ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ മോഡൽ എക്സാം തന്നെയാണ്. ഞാൻ ഈ ഒരു 2 ഇയേഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സ്റ്റഡി മെറ്റീരിയൽ. ആകെപ്പാടെ ഈ മോഡൽ എക്സാം വരുമ്പോഴാണ് ഞാൻ PYQ ഒക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നെ ഓൺലൈൻ എക്സാംസ് ഒബ്വിയസ്ലി ഹാവ് ഹെൽപ്ഡ് എ ലോട്ട്. എൻ്റെ എക്സാം റൈറ്റിംഗ് എറ്റിക്കറ്റ് നന്നായി വന്നത് ഓൺലൈൻ എക്സാംസ് എഴുതി ശീലിച്ചുകൊണ്ടാണ്. എന്തായിരുന്നു ഒരു ഡിഫറൻസ്? എന്തായിരുന്നു ലൈക്ക് ബിഫോർ മോഡൽ എക്സാംസ് ആൻഡ് ആഫ്റ്റർ മോഡൽ എക്സാംസ്? വാട്ട് വാസ് ദി ഡിഫറൻസ്? ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ക്രിറ്റിക്കൽ. ഈ ഓൺലൈൻ എക്സാംസ് എഴുതുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. അപ്പോൾ കിഷൻ്റെ പേരൻസും നമ്മോടൊപ്പം ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. വെൽക്കം സർ, മാം. അപ്പോൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ രണ്ടുപേരും. എൻ്റെ പേര് ആരാധന. ഞാൻ ഗോകുലം മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. എൻ്റെ പേര് ശിവദാസൻ. ഞാൻ നിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ കിഷൻ ഒരു കേരള ടോപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജെഇ മെയിൻ സെഷൻ 1-ൽ. അപ്പോൾ അത്രയും വലിയൊരു സ്കോറൊക്കെ ലഭിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മൊമെൻറ്റ് എങ്ങനെയായിരുന്നു സാർ? വളരെ സന്തോഷമുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ആണ് ഇത്രയും ടോപ്പറാവും എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത്ര റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ടോപ്പറാവും നമ്മൾ പ്രതീക്ഷയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ശരിക്കും പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അതൊരു ഇരട്ടി സന്തോഷമല്ലേ, പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയൊരു സ്കോറൊക്കെ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക്? സന്തോഷമുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരും ഡോക്ടർമാരാന്ന് പറയുമ്പോൾ തന്നെ കിഷനോട് ആദ്യമേ ചോദിച്ച പോലെ തന്നെ അവരൊരു ഡോക്ടർ, ഒരു മെഡിസിൻ പ്രൊഫഷനിലേക്ക് വരിക എന്നുള്ളതാണ് പൊതുവേ നമ്മളൊരു സ്റ്റീരിയോടൈപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കിഷൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നു. അപ്പോൾ കിഷൻ്റെ ജ്യേഷ്ഠനും കിഷൻ പറഞ്ഞു ഇപ്പോൾ IIT തിരുപ്പതിയിലാണെന്നുള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും ഡോക്ടർ, മക്കൾ രണ്ടും എൻജിനീയർ ആകാൻ പോകുന്നു. ആയില്ല, തീർച്ചയായിട്ടും ഒബ്വിയസ്ലി ആകും ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ ഇവർ ആ ഒരു ഫീൽഡിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവർക്ക് താല്പര്യമുള്ള ഫീൽഡിൽ അവർ പോകണം, അങ്ങനെയാണല്ലോ. അല്ല, താല്പര്യമില്ലാത്തൊരു ഫീൽഡിൽ പോയിട്ട്
പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നതിനൊക്കെ നല്ലത് ഇപ്പോഴേ താല്പര്യമുള്ള ഫീൽഡിലോട്ട് പോകുന്നതല്ലേ നല്ലത്. ഓക്കെ, അതല്ല എൻ്റെ നല്ലത്. തീർച്ചയായിട്ടും. അപ്പോൾ വേറെ ചോയ്സ് ഇവർ എടുക്കണം, സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്തു, അവരെടുത്ത ചോയ്സ് സപ്പോർട്ട് ചെയ്തു. ഓക്കെ. സോ മാം, ഒബ്വിയസ്ലി കിഷൻ അവിടെ പഠിക്കുമ്പോൾ നമുക്കൊരു കോർഡിനേറ്റർ ഉണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്കൊരു കോർഡിനേറ്റർ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അവരാണ് പേരൻസുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അക്കാഡമിക്സിൻ്റെ കാര്യമായിട്ടാണെങ്കിലും എന്ത് കാര്യമായിട്ടാണെങ്കിലും. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ, ബ്രില്യൻറ്റിൻ്റെ ആ ഒരു നിങ്ങളിലേക്ക് എത്തിയ ഒരു കോർഡിനേഷൻ അതെങ്ങനെയായിരുന്നു? വളരെ നല്ലതായിരുന്നു. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഉടനെ തന്നെ വിളിച്ചാൽ കിട്ടും, ഉടനെ തന്നെ റെസ്പോൺസ് ഉണ്ട്. വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവൻ്റെ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളും കിഷനും ഭയങ്കര മോട്ടിവേഷനും ഒക്കെ ആയിരുന്നു മണികണ്ഠൻ. ഇപ്പോഴും ആ സാറുമായിട്ട് ഇവൻ കോൺടാക്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മാമിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് ഇത്രയും വലിയൊരു സ്കോറൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ? വളരെ വളരെ സന്തോഷം. മുൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഇത്രയും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. നല്ല രീതിയിൽ വരുമെന്ന് 99 വരുമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത്രയും കേരളത്തിലെ ടോപ്പർ ആവുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സന്തോഷം. ഓക്കെ. അപ്പോൾ കിഷൻ നേരത്തെ പറയുകയുണ്ടായി, കിഷൻ എന്തെങ്കിലും ഡൗൺ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ പേരൻസിനോടാണ് സംസാരിക്കുന്നത്. പേരൻസ് അത്യാവശ്യം സംസാരിച്ച് ഒരു ചെറിയൊരു ബൂസ്റ്റപ്പ് ഒക്കെ നൽകാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ മാക്സിമം എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കും, ഒരു തവണ അല്ലെങ്കിൽ അടുത്ത തവണ, ഇതൊന്നും ഇറ്റ്സ് നോട്ട് ആൻ എൻഡ്. അപ്പോൾ കീപ് ട്രൈങ്, യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. ഓക്കെ. അപ്പോൾ കിഷൻ, മാം, സാർ, അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് നമ്മളോടൊപ്പം ഷെയർ ചെയ്തതിൽ വളരെ അധികം നന്ദിയുണ്ട്. ആൻഡ് കിഷൻ, വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ഫ്രം ബ്രില്യൻറ്റ് ആൻഡ് ബ്രില്യൻറ്റ് ഫാമിലി ആൻഡ് ഫ്രം മീ പേഴ്സണലി. അപ്പോൾ തീർച്ചയായിട്ടും IIT ഹൈദരാബാദാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവിടുത്തെ അക്കാഡമിക്സിനെ പറ്റി ഒന്നുമില്ല, അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം. അതുകൊണ്ട് എന്നാൽ പിന്നെ അവിടെ പോയി സെറ്റപ്പ് ആക്കിയേക്കാമെന്നാണ് കിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കിഷൻ്റെ ആഗ്രഹം പോലെ തന്നെ IIT ഹൈദരാബാദിൽ CS കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും താങ്കൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.